എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം പറയുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവും. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, ഈ സിനിമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം അത്രയും നല്ല വെറൈറ്റി സ്റ്റോറി ലൈനാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അതെന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളായിട്ട് തന്നെ കണ്ടറിഞ്ഞോ. പിന്നെ അത്യാവശ്യം കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമാ. അവിടെ കയറിയിട്ട് ഒരുത്തനാണെങ്കിൽ വന്നലമ്പ. അങ്ങനെ പ്രശ്നം വഷളായി പോലീസിനെ വിളിക്കുന്നു, കേസ് കോടതിയിലെത്തുന്നു. ഇനി ഇങ്ങേരുടെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? സംഭവം വേറൊന്നുമില്ല, ഇങ്ങേരുടെ അമ്മ അവിടെയുണ്ട്. പക്ഷേ അവരെ കാണാനായിട്ട് അവരുടെ ലീഗൽ ഗാർഡിയൻ സമ്മതിക്കുന്നില്ല. സ്വന്തം അമ്മയെ കാണാൻ ലീഗൽ ഗാർഡിയൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മകനേക്കാൾ റോളുണ്ട് ഇപ്പറഞ്ഞ ലീഗൽ ഗാർഡിയന്. ആ ലീഗൽ ഗാർഡിയൻ്റെ പേരാണ് മാർലൻ. സാറേ, എൻ്റെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, പിന്നെന്തിനാ അവരെ ഓൾഡ് ഏജ് ഹോമിലോട്ട് മാറ്റിയിട്ടുള്ളത്? ഇത് കേട്ടേക്ക് മാർലൻ പറയാണ്, സർ അവർ കൾഷിമേഴ്സാ, അതവരുടെ ഡോക്ടറിനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അത്രയും വലിയ അസുഖമുള്ള ആളെ ഒന്നില്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോവുക. ഇതൊന്നും ചെയ്യാത്തൊരു മകനാണ് ഇപ്പിരുന്ന് ഈ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്ന് സാറേ, എൻ്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇഷ്ടം, അവരാരുടെയും കൂടെ നിൽക്കത്തില്ല. അത് മാത്രമല്ല, ഇവിടെ ഇരുന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലീഗൽ ഗാർഡിയൻ എൻ്റെ അമ്മയുടെ സ്വത്തുക്കളൊക്കെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുക. അവരുടെ കാറ്, ഫർണിച്ചർ, പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം വിറ്റ് തൊലച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വന്തം ഫീസാന്നും പറഞ്ഞിട്ട് കുറേ പൈസ അങ്ങനെ അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഈ കോടതി ഒരു ആക്ഷനും മാർലനെതിരെ എടുക്കുന്നില്ല. കാരണം ഇവരുടെ രാജ്യത്തൊരു നിയമമുണ്ട്, ആരും നോക്കാനില്ലാത്ത വയസ്സായ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒരു ലീഗൽ ഗാർഡിയനെ നിയമിക്കും. ആ വയസ്സായ ആൾക്കാരെ നോക്കാനുള്ള ചെലവിനായിട്ട് ഈ ലീഗൽ ഗാർഡിയന് അവരുടെ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അവരുടെ കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം കൊണ്ടുപോയി ഓപ്ഷനിൽ വിറ്റ് ആ പൈസ വൃദ്ധന്മാരുടെ ചികിത്സയ്ക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ കോടതിയോ ഗവൺമെൻറ്റോ കാണാത്തൊരു സംഭവമുണ്ട്. നമ്മുടെ മാർലന് ഇതൊരു ബിസിനസ്സാണ്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇത്തരം വയസ്സായ ആൾക്കാരെ തിരഞ്ഞെടുക്കും, എന്നിട്ട് അവരെ നോക്കാനാന്നും പറഞ്ഞ് കോർട്ട് ഓർഡർ വാങ്ങും, എന്നിട്ട് അവരുടെ ചെലവിനാന്നും പറഞ്ഞ് അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അതിൽ നിന്നൊരു വലിയ തുക ആരും അറിയാണ്ട് അങ്ങ് പോക്കറ്റിലിടും. ഇതൊന്നും പോരാഞ്ഞിട്ട് അവരുടെ സാലറിയാന്നും പറഞ്ഞ് അങ്ങനെ കുറേ പൈസ അടിച്ചു മാറ്റും. എന്നാൽ ഇതെല്ലാം ലീഗലായിട്ടുള്ള കാര്യമാണ്, സോ ആർക്കും അവളെ തടുക്കാനാവില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൾ ഈ കളിക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആ മകൻ്റെ കേസ് അങ്ങ് തള്ളിപ്പോകുന്നു. ഈ ലോകത്ത് രണ്ട് തരം ആൾക്കാരുണ്ട്, ഇരയും വേട്ടക്കാരനും. ഇതിലെ വേട്ടക്കാരനാണ് നമ്മളുടെ മാർലൻ, ഇര വയസ്സന്മാരും. അങ്ങനെ മകൻ വന്നിട്ട് കുറേ സീനാക്കുന്നുണ്ട് മാർലനുമായിട്ട്. എന്തിന്? മുഖത്തോട്ട് തുപ്പ് നടക്കണ്ട്. ഈ സമയത്ത് മാർലൻ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പെണ്ണുമായിട്ട് തോറ്റേന് നിനക്ക് നല്ല വിഷമമുണ്ടാവും, എനിക്ക് ജയിച്ചിട്ട് മാത്രമേ ശീലമുള്ളൂ, അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞാൻ പോവും. ആ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് മനസ്സിലാക്കുക അവളുടെ ഈഗോ ഏത് ലെവലാണ്. ഹാർഡ് വർക്കും നല്ല ജീവിതം കൊണ്ടാണ് ഒരാൾ സക്സസ് ആവുക എന്നാണ് സാധാരണ പറയാറുള്ള തിയറി. പക്ഷെ മാർലൻ പറയുന്നതനുസരിച്ച് അതെല്ലാം പണക്കാരുണ്ടാക്കിയ കെട്ടുകഥ മാത്രമാണ്. അതും പാവപ്പെട്ടവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. പാവപ്പെട്ടവർ കഷ്ടപ്പെടുമ്പോൾ പണക്കാർ എളുപ്പ വഴിയിലൂടെയാണ് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. സോ മാർഗം എന്തുമായിക്കോട്ടെ, പണം അതാണ് പ്രധാനം. ഇതാണ് മാർലൻ്റെ പെർസ്പെക്റ്റീവ്. ഇതാണ് ഫ്രാങ്കി, മാർലൻ്റെ ഗേൾ ഫ്രണ്ട്. ഈ ലോകത്ത് മാർലൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രാങ്കിനെയാണ്. ഫ്രാങ്കിയും കൂടെ ചേർന്നാണ് ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത്. ഇതിനായിട്ട് വലിയൊരു കമ്പനി തന്നെയുണ്ട് മാർലന്. അവിടെയാണെങ്കിൽ കുറേ വയസ്സന്മാരുടെ ഫോട്ടോസ് ഉണ്ട്. ഇവരെന്നൊക്കെയാണ് കറൻ്റ്ലി ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാർലന് ഒരു ഫോൺ കോൾ വരുന്നു, വിളിക്കുന്നത് റൈസ. ഈ റൈസ് ആണെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻചാർജാണ്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിൻ്റെ സഹായത്തോടു കൂടിയാണ് മാർല ഇത്തരം തട്ടിപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർല, നിനക്കൊരു ഗുഡ് ന്യൂസും ഉണ്ട്, ബാഡ് ന്യൂസും ഉണ്ട്. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഫെസിലിറ്റിയിൽ കുറച്ചു മുമ്പ് നീ ആക്കിയിട്ട് പോയ എലൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അങ്ങേര് മരിച്ചു. ഇത് കേട്ടേക്ക് മാർലൻ അങ്ങ് മൂഡ് പോകുന്നുണ്ട്. കാരണം മിനിമം ഒരു 5 വർഷം കൊണ്ട് ഇപ്പറഞ്ഞ എലൻ എന്ന വയസ്സിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റാനായിരുന്നു മാർലൻ്റെ പ്ലാൻ. പക്ഷെ എല്ലാം പാളിപ്പോയി. ഇനിയിപ്പോൾ അങ്ങേരുടെ ബാക്കിയുള്ള സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കണം. ഇനി ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, മരിച്ച ആളുടെ റൂം ഇപ്പോൾ ഫ്രീയാണ്. അതാണെങ്കിൽ ഒരു ഡിലക്സ് റൂമാണ്, റിച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള റൂം. സോ ഈ റൂമിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നതോടുകൂടെ കുറേ തുക അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റും. ഈ റൂമുകളൊക്കെ ഫില്ലാവാണ്ട് നോക്കലാണ് റൈസിനെ പോലുള്ളവരുടെ പണി. അതിനുള്ള കമ്മീഷൻ മാർല കൊടുക്കുന്നുണ്ട് ട്ടാ. അങ്ങനെ ഫ്രാങ്കിയും മാർലനും കൂടെ നേരെ ഡോക്ടർ കേറനെ കാണാൻ പോകുന്നു. വയസ്സന്മാരുടെ ഒരു ഡോക്ടറാണ് ഡോക്ടർ കേറൻ. അതായത് റൈസ് ഫെസിലിറ്റിയിൽ റൂം ഇവർക്ക് വേണ്ടി സെറ്റാക്കി കൊടുക്കുന്നത് പോലെ ഇവിടെ രോഗികളായ വൃദ്ധന്മാരെ സെറ്റാക്കി കൊടുക്കലാണ് ഡോക്ടർ കേറൻ്റെ പണി. സോ ഡോക്ടറും ഓൾഡ് ഏജ് ഹോമും എല്ലാം കൂടെ നടത്തുന്ന ഒരു കളിയാണ് ഈ തട്ടിപ്പ്. അങ്ങനെ കേറൻ റൈസിൻ്റെ ഡിലക്സ് റൂമിലോട്ട് പുതിയൊരു രോഗിയെ കൊടുക്കുന്നു. ആ പേഷ്യൻറ്റിൻ്റെ പേരാണ് ജെനിഫർ. ജെനിഫറിൻ്റെ ഫയൽ വായിച്ചിട്ട് ഇവരാണെങ്കിൽ ഞെട്ടിയിരിക്കേ. കാരണം
ജെനിഫറിന് ഫാമിലി ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല. സോ ഇവരെ പിടിച്ച് ഓൾഡേജ് ഹോമിലോട്ടാക്കി കഴിഞ്ഞാൽ ഒരാൾ പോലും ചോദിക്കാൻ വരില്ല. അതുമാത്രമല്ല, മെമ്മറി ലോസിന്റെ ശകലം സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ജെനിഫറിന്. സോ കോർട്ടിൽ പോയിട്ട് ജെനിഫറിന്റെ ഫയൽ നിരത്തി കഴിഞ്ഞാൽ കോർട്ട് ഉറപ്പായിട്ടും സമ്മതിക്കും അവരെ ഓൾഡേജ് ഹോമിലോട്ട് മാറ്റാനായിട്ട്. അങ്ങനെ രോഗിയെ കൊടുത്തതിനുള്ള വലിയൊരു കമ്മീഷനും കേരൻ കൈപ്പറ്റുന്നു. ഇതേസമയം ഫ്രാങ്കി ആണേലോ ജെനിഫർ ആരാണെന്നും എന്താണെന്നും കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ജെനിഫർ ഒരു വമ്പൻ സ്രാവ. പണക്കാർ മാത്രം താമസിക്കുന്ന വില്യം സ്ട്രീറ്റിലാണ് അവർ താമസിക്കുന്നത്. 40 വർഷത്തോളായി ഒരു ഫിനാൻസ് കമ്പനിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ റിട്ടയർ ആയിട്ടാ. സോ അതിൽ നിന്നുള്ള പെൻഷൻ തുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എമൗണ്ട് വരും. വീടാണെങ്കിൽ പറയേ വേണ്ട, അത്രയും വലിയ വീടാ. പിന്നെ പോരാത്തതിന് കാറാണെങ്കിൽ ബെൻസ്. ക്രിമിനൽ റെക്കോർഡ്സ് ഇല്ല, കടങ്ങളില്ല, ടാക്സ് ആണെങ്കിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എന്തിന് 2-3 സേവിങ്സ് അക്കൗണ്ട് അടക്കണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാർലനെ ഊറ്റാനായിട്ട് കുറേ ഉണ്ടെന്നർത്ഥം. ചോദിക്കാനും പറയാനും ഒരാൾ പോലും വരാനും പോകുന്നില്ല. ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. എങ്ങനെ വേണ്ടാന്ന് വെക്കും. സോ നമ്മളുടെ കേരൻ കോർട്ടിൽ പോകുന്നു, ജെനിഫറിന്റെ ഫയൽ ഹാജരാക്കുന്നു. മെമ്മറി ലോസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഫാമിലി ഇല്ലാത്തതുകൊണ്ടും കോർട്ട് അവരെ മാർലനെ ഏൽപ്പിക്കുന്നു. സർ, അല്ലെങ്കിൽ തന്നെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ ജെന്നിഫറും കൂടെ വന്നാ സാരല്ല, മാനേജ് ചെയ്യുക. കോർട്ട് പറഞ്ഞാൽ എനിക്കത് തള്ളിക്കളയാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓസ്കാർ പെർഫോമൻസ് ആണ് മാർല. അങ്ങനെ മാർലൻ ജെനിഫറിനെ കാണാൻ പോകുന്നു. അവളുടെ വീടും ഫർണിച്ചറൊക്കെ കണ്ടിട്ട് ആക്രാന്തം മൂത്തിട്ടിരിക്കുകയാണ് മാർലൻ. മാം, ഞാൻ കോടതിയിൽ നിന്ന് വരെ എന്നും പറഞ്ഞ് കോർട്ട് ഓർഡറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് നിങ്ങളുടെ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ ലീഗൽ ഗാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കെയറിന് വേണ്ടിയിട്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ചില എമർജൻസി കേസുകളിൽ കോടതി സ്വയം തീരുമാനിക്കും. അങ്ങനെയുള്ളൊരു തീരുമാനമാണ് ഈ കോർട്ട് ഓർഡർ. ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഞാനാണ് നിങ്ങളുടെ ലീഗൽ ഗാർഡിയൻ. നിങ്ങളായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്നും പറഞ്ഞ് പോലീസിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാർല. ഇതൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ് ജെനിഫർ. സോ കൂടെ പോവുക എന്നുള്ളതല്ലാണ്ട് അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ പോകാനൊരുങ്ങുന്നു. പക്ഷെ അവർക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടാ. അവർ ഹാപ്പി ആയിട്ടാണ് അവരുടെ ലൈഫും കൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. അപ്പോഴാണ് ഈ വക മാരണങ്ങൾ. അങ്ങനെ ജെനിഫറിനെയും കൊണ്ട് റൈസിന്റെ കെയർ ഫെസിലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ജെന്നിഫറിന് വമ്പൻ വരവേൽപ്പാണ്. ഡിലക്സ് റൂമൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കുറെ ക്യാഷ് തട്ടാലോ. എന്നാൽ ഇതിന്റെ ഇടയിലാണ് ജെന്നിഫറിന്റെ ഫോൺ അങ്ങ് വാങ്ങിച്ചു വെക്കുന്നത്. സോ ഇനി ഇവിടെ നിന്ന് ആർക്കും വിളിക്കാൻ പറ്റില്ല. ജെനിഫർ ആകെ കുടുങ്ങിയിരിക്കെ ഉണ്ടായിരുന്ന ഫ്രീഡം മൊത്തത്തിൽ പോയി. ജയിലിൽ കിടക്കുന്ന പോലെ ഈ കെയർ ഫെസിലിറ്റിയിൽ കഴിയുക, അത് മാത്രമേ ഇനി സാധിക്കൂ. ജെനിഫർ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ലീഗൽ ഗാർഡിയനായ എന്നോട് ചോദിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് എൻ്റെ കെയർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോയറിനെ വിളിക്കാം, കോർട്ടിൽ ഹിയറിങ്ങും വെക്കാം. ഇതൊക്കെ മാർലൻ പറയുന്നുണ്ടെങ്കിലും ലോയറിനെ വിളിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നില്ല കേട്ടാ. അങ്ങനെ മാർലനും ഫ്രാങ്കിയും കൂടെ ജെന്നിഫറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്താന്ന് മാത്രമല്ല, ഫർണിച്ചർ, കാറ്, പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം കൂടെ വിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വീടിനകത്തുനിന്ന് ഒരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിന്റെ കീ കിട്ടുന്നത്. അതായത് ബാങ്കിലിരിക്കുന്ന ലോക്കറിലുണ്ട് വിലമതിക്കുന്ന എന്തോ ഒന്ന്. അങ്ങനെ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഓപ്ഷനിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. സോ വലിയൊരു തുക ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ വീടും വിൽക്കാനിടുന്നു. ഇതിൻ്റെ ഇടയിൽ ജെന്നിഫറിനെ ആണെങ്കിൽ കാറ്റ് കൊള്ളാൻ പോലും പുറത്തേക്ക് വിടുന്നില്ല. അവളുടെ ഫോണിന് വേണ്ടിയിട്ട് കുറെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്നത് ലീഗൽ ഗാർഡിയനെ വിളിക്കാന്നാ. എനിക്ക് നിങ്ങളുടെ ലീഗൽ ഗാർഡിയനെ വേണ്ട, ഒന്നും വേണ്ട. ഇവിടുത്തെ മാനേജർ അവിടെ, ആ റൈസ്, അവന് ഇങ്ങോട്ട് വിളിക്കി എന്നൊക്കെ പറഞ്ഞ് വൻ ബഹളാണ് അവിടെ. ജെന്നിഫർ ബഹളം ഉണ്ടാക്കുമ്പോൾ അവർ വന്നിട്ട് അങ്ങ് മയക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർലൻ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് ഇരിക്കുന്ന ബാങ്കിലെത്തുന്നത്. കീ അവളുടെ കയ്യിലുള്ള കാരണം ബാങ്കർ ഡെപ്പോസിറ്റ് ബോക്സ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു വാച്ച്, ബൈബിള്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനെ ബൈബിൾ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തതാ കുറെ ഡയമണ്ട്സ്. ഇതേസമയം ഫ്രാങ്കി ആണെങ്കിൽ വീടൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ജെന്നിഫറിന്റെ വീട്ടിലോട്ട് ഒരു ടാക്സി വരുന്നത്. ആ ഡ്രൈവറിന്റെ പേരാണ് അലക്സി. ഈ വീട് വിൽപ്പനയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുക. ഒരുമാതിരി ഇവിടുത്തെ റെഗുലർ ഡ്രൈവറെ പോലെ. ജെന്നിഫർ എവിടെ? അവർക്കുള്ള ടാക്സിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരിവിടുന്ന് താമസം മാറിയല്ലോ. ഓ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് തിരക്ക് പിടിച്ച് പോകുന്നുണ്ട്. താൻ ആരാ, എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രാങ്കി. പക്ഷെ ഇങ്ങേരൊന്നും മിണ്ടാണ്ടാണ് വണ്ടിയും കൊണ്ടങ്ങ് പോകുന്നത്. ഇതിപ്പോൾ ആരാന്നും വിചാരിച്ചാണ് ഫ്രാങ്കി നിൽക്കുന്നത്. അങ്ങനെ അലക്സി നേരെ പോകുന്നത് ഒരു ബ്ലാക്ക് GMC കാറിന്റെ ഫ്രണ്ടിലോട്ടാണ്. അതിൽ നിന്നതാ ഹൈറ്റ് ഇല്ലാത്ത ഒരാളിറങ്ങുന്നു. അങ്ങേർക്കാണെങ്കിൽ ബോഡി ഗാർഡൊക്കെ ഉണ്ട്. ഇങ്ങേരുടെ പേരാണ് റോമൻ. ജെന്നിഫർ എവിടെ? അവരവിടെ ഉണ്ടായിരുന്നില്ല സാർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനുമായിട്ടുള്ള കൂടിക്കാഴ്ച അവരൊരിക്കലും മുടക്കാറില്ല സർ. ഞാനവിടെ പോയിരുന്നു. പക്ഷെ അവിടെയാണെങ്കിൽ മൊത്തത്തിലൊരു ചേഞ്ച്. ആ വീടിനകത്ത് ആരൊക്കെയോ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ജെന്നിഫർ വേറെ എങ്ങോട്ടോ താമസം മാറിയെന്നാ. ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട് റോമന്. അങ്ങനെ റോമൻ ഗണ്ണെടുക്കുന്നു. അലക്സി, എൻ്റെ അമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കെപ്പോഴും അവരെ കാണാൻ പറ്റില്ല. ഇത്തരം മീറ്റിംഗ്സിൽ മാത്രമേ അത് സാധ്യമാവൂ. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർ താമസം മാറി എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്.
ഈ വീടിനകത്തുള്ളവരാരാന്നും എന്താണെന്നും എൻ്റെ അമ്മ എവിടെയാണെന്നുള്ളതും നീ കണ്ടുപിടിക്കുക. ഇതൊക്കെ കേട്ടിട്ട് അലക്സിയാണെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കേ. അങ്ങനെ അലക്സി ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ജെനിഫറിൻ്റെ റെക്കോർഡ്സിലാണെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന സാധനമല്ല. പക്ഷെ ഇപ്പതാ മകനാന്നും പറഞ്ഞ് റോമൻ വന്നിരിക്കുന്നു. അതും 7 വർഷമായിട്ട് ആരും കാണാണ്ട് അവർ കൂടിക്കാഴ്ച അടക്കം നടത്താറുണ്ട്. അതും ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം. ചുരുക്കി പറഞ്ഞ ആർക്കും അറിയാത്തൊരു ചാപ്റ്റർ ജെനിഫറിന്റെ ലൈഫിലുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ഫ്രാങ്കിനെയും മാർലനെയും കാണിക്കുന്നത്. മാർലനാണെങ്കിൽ ഡയമണ്ട്സിനെ കുറിച്ചൊക്കെ ഫ്രാങ്കിയോട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡയമണ്ട്സ് ഒന്നുമില്ല ഇവിടുത്തെ ട്വിസ്റ്റ്. ആ ഡെപ്പോസിറ്റ് ബോക്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആക്കിയിട്ട് ബാങ്കിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. എന്തിന്? അതിനകത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് ഇൻഷുറൻസ് അടക്കം ഉണ്ടാവും. എന്നാൽ ഇപ്പറഞ്ഞ ഡയമണ്ട് ലിസ്റ്റിലോ ഇൻഷുറൻസിലോ ഒന്നിലുമില്ല. ബാങ്കർ പോലും അറിയാണ്ട് ഡെപ്പോസിറ്റ് ബോക്സിനകത്ത് ഡയമണ്ട് ഒളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് മോഷ്ടിച്ചതാവാനാ ചാൻസ്. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഫ്രാങ്കി. സോ ജെന്നിഫറിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർക്ക് നല്ലവണ്ണം മനസ്സിലായി. എന്തായാലും ഇവർക്ക് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. സാധാരണ ക്ലയന്റിന്റെ ഡെപ്പോസിറ്റ് ബോക്സിനകത്തുള്ള ഒന്നും ഇവർക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ രേഖയില്ലാത്ത ഡയമണ്ട് ഇവർക്ക് എടുക്കാം, വിൽക്കാം, എന്ത് വേണേലും ചെയ്യാം. ഇതൊക്കെ ആലോചിച്ചിട്ട് ഹാപ്പി ആവുന്നുണ്ട് നമ്മളുടെ ഫ്രാങ്കിയും മാർലനും. ഇതേ സമയം റോമനെ കാണിക്കുന്നുണ്ട് കേട്ടാ. അവൻക്കാണെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അടക്കമുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരനൊരു ഡ്രഗ് ഡീലറാണ്. ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിന്റെ അമ്മയാണ് നമ്മളുടെ ജെനിഫർ. അങ്ങനെ ഈ സമയത്താണ് അലക്സി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എത്തുന്നത്. മാർലനെക്കുറിച്ചും നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട് റോമൻ. സർ, നിങ്ങളുടെ അമ്മയുടെ ലീഗൽ ഗാർഡിയനാ മാർലൻ. അവരുടെ സ്വത്തുക്കളും ലൈഫൊക്കെ ഇപ്പം മാർലൻ്റെ കൺട്രോളിലാണ്. ഇത് കേട്ടേക്ക് റോമനാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അലക്സി, എത്രയും പെട്ടെന്ന് ഡീനെ വിളിക്കണം. എന്നിട്ട് എൻ്റെ അമ്മേനെ കെയർ ഫെസിലിറ്റിയിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റുള്ളൂ. അതും ആരും അറിയാണ്ട് ഫാസ്റ്റായിട്ട് ലീഗലായിട്ട്. എൻ്റെ പേര് ഇതിലൊന്നും വരാനും പാടില്ല. അങ്ങനെ ഇതിനെ തുടർന്ന് ഇപ്പറഞ്ഞ ഡീന് നമ്മളുടെ മാർലയെ കാണാൻ വരുന്നു. നമ്മളുടെ ഡീൻ ഒരു വക്കീലാട്ടാ, അതും ഒരു എക്സ്പെൻസീവ് വക്കീല്. ഞാൻ ഡീൻ, ഒരു ലോയറാണ്. ഞാൻ വന്നിരിക്കുന്നത് ജെനിഫറിന് വേണ്ടിയിട്ടാണ്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാണ് ലീഗൽ ഗാർഡിയൻ അതേപോലെ കെയർ ഫെസിലിറ്റിയൊക്കെ? അവർക്ക് മെമ്മറി ലോസിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അവരുടെ ഡോക്ടറിനെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. മാർല, നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ ബിസിനസ്സിന് തടസ്സം നിൽക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. പൈസ ഉണ്ടാക്കാനൊരു ചാൻസ് കിട്ടി, നീ ആ ചാൻസ് എടുക്കുകയും ചെയ്തു. സംഭവം എനിക്ക് മനസ്സിലാവും. പക്ഷേ ജെനിഫറിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ നീ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞ കാര്യം മാറ്റി പറയാൻ നോക്ക്. ഇല്ലെങ്കിൽ പ്രശ്നവും. നിന്റെ ലൈഫ് തന്നെ അൺകംഫർട്ടബിൾ ആയിരിക്കും. ഭീഷണിയാണോ? ഹേയ്, എന്തോന്ന് ഭീഷണി? ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോ എത്ര പേരാലേ മരിക്കുന്നത്? അവരെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊല്ലൂന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് വക്കീല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് മാറില്ല, ഒരു പൊടിക്കെടുക്കുന്നില്ല. അങ്ങനെ ഡീന് ഒരു പെട്ടി നിറയെ ക്യാഷാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ മാർലനാണെങ്കിൽ അതൊന്നും പോരാ. ഡീൻ, നീ അവളുടെ ലോയർ അല്ലാന്നും നിന്റെ പിന്നിൽ വലിയൊരു സ്രാവുണ്ടെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ എനിക്കായിട്ട് ഇത്രയും ക്യാഷ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മൂല്യമുണ്ടാവും ജെനിഫറിൻ്റെ ലൈഫിന്. സോ എനിക്ക് ആവശ്യം 1 മില്യനാ. അത് നീ തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവളെ റിലീസ് ചെയ്യാം. ഇടയിൽ കൂടെ പൈസ വരാനാണ് നമ്മളുടെ മാർലൻ്റെ പ്ലാൻ. ഇത് കേട്ടേക്ക് ഡീൻ പറയാണ്, അത്രയും ക്യാഷ് എന്തായാലും തരാൻ പോകുന്നില്ല. നീ ഒന്നോർത്തോ, നീ ഇപ്പെടുക്കുന്ന ഈ തീരുമാനം മാറ്റി പറയാമായിരുന്നു എന്ന് നിനക്ക് തന്നെ തോന്നി തുടങ്ങും. ഇപ്പോഴല്ല പിന്നെ എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഡീൻ. മാർലയെ കുറിച്ച് അറിയാലോ, അവൾ എന്താണോ വിചാരിച്ച് അതങ്ങ് നേടിയെടുക്കും. അത്രയും ഈഗോ തലയ്ക്ക് പിടിച്ചൊരു സാധന മാർല. അങ്ങനെ ഫ്രാങ്കി ജെനിഫറിന്റെ ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഫുൾ റെക്കോർഡ്സ് എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള പേരുകളൊന്നുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാവും ഡീൻ വന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മളുടെ മാർല ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി മാത്രം. അതാണ് ജെനിഫർ. അവളോട് നേരിട്ട് ചോദിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ മാർല ജെനിഫറിനെ കാണാൻ പോകുന്നു. അവളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. ഈ ജെനിഫർ ഒരു വിധത്തിലും അടുക്കാത്ത കാരണം ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് സെഡേറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കും. സോ അതിൻ്റെ ഒരു മയക്കത്തിലാണ് ആളിരിക്കുന്നത്. ജെനിഫർ, നിങ്ങളാരാ? എന്തിനാ ഡീൻ എന്ന് പറയുന്ന ആൾ എന്നെ കാണാൻ വന്നത്? ഞാനിപ്പോൾ എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്? 1 ആഴ്ച. അപ്പോഴാണ് സ്വന്തം മകനുമായിട്ടുള്ള മീറ്റപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത് ജെനിഫർ മനസ്സിലാക്കുന്നത്. മാർല, അവൻ വരുന്നുണ്ട്. ആര്? ഡീനോ? അല്ല, അവൻ. നീയായിട്ട് എന്നെ പുറത്തു വിട്ടില്ലെങ്കിൽ നിനക്ക് പണി കിട്ടും. അതുകൊണ്ട് എൻ്റെ ഫോണിതാ. ജെനിഫർ, നീ ആരാന്നും എന്താണെന്നും പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ മരുന്ന്, ഫ്രീഡം എല്ലാം എൻ്റെ കൺട്രോളിലാണ്. അത് വെച്ചൊരു കളിയാണ് ഞാൻ കളിക്കും. എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, നിൻ്റെ ലൈഫിൽ നീ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഞാൻ. സോ താൻ ആരാന്ന് റിവീൽ ചെയ്യാൻ ഒരു വിധത്തിലും ജെനിഫർ സമ്മതിക്കുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, മാർലന് ഭ്രാന്ത് കയറുന്നു, റൈസിൻ്റെ അടുത്ത് പോകുന്നു എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സെഡേറ്റീവ് കൊടുക്കാനാണ് റൈസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് 30 മിനിറ്റ് മാത്രം ജെനിഫറിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറക്കുക. പിന്നെ സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുക്കാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ജെനിഫറിനെ ഇട്ട് നരകിപ്പിക്കുക. അതാണ് മാർലയുടെ പ്ലാൻ. അല്ലാണ്ട് ഒരിക്കലും അവൾ സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. ഇതേ സമയം റോമനാണേലോ നേരെ ബാങ്കിലോട്ട് പോകുന്നു. അവൻ്റെ കയ്യിലുണ്ട് ജെനിഫറിൻ്റെ ഡെപ്പോസിറ്റ് ബോക്സിൻ്റെ കീ. അവൻ നോക്കുമ്പോൾ അതിൽ ഡയമണ്ട് ഇല്ല.
ഇതൊക്കെ കണ്ടിട്ടാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് റോമൻ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, മാർല അത്ര ചില്ലറക്കാരിയല്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡീന് നേരെ കോർട്ടിലോട്ട് പോകുന്നത്, ജെനിഫറിനെ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. സർ, ഇവിടെ നടക്കുന്നതെല്ലാം തട്ടിപ്പാ. ജെനിഫറിന് മറവി രോഗം ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ കേരൻ ഈ മാർലന്റെ ഫ്രണ്ടാ. അവർക്ക് വേണ്ടിയിട്ട് വൃദ്ധന്മാരെ പിടിച്ചു കൊടുക്കലാണ് ഈ കേരന്റെ പണി. അവളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഫിയോണ എന്ന ജോലിക്കാരിയാണ് ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞത് എന്നും പറഞ്ഞ് ഫിയോണയുടെ സാക്ഷിമൊഴി അങ്ങ് കോർട്ടിൽ ഹാജരാക്കുന്നുണ്ട്. സർ, ഇപ്പറഞ്ഞ ഫിയോണയെ കേരൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാ, അതും കുറേ മുമ്പ്. അതിൻ്റെ പകയുണ്ടവർക്ക്. സോ കേരനെക്കുറിച്ച് അവരെന്ത് പറഞ്ഞാലും അത് ആ പക കാരണം മാത്രമാണ് എന്നൊക്കെയാണ് മാർല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് കോടതി ആ സെൻസിലാണ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരനോട് പകയുള്ള ആൾക്ക് എന്ത് വേണേലും പറഞ്ഞ് പരത്താലോ. അങ്ങനെ ഡീൻ ചോദിക്കുകയാണ്, സർ, ജെനിഫർ അവിടെ? ആദ്യത്തെ ഹിയറിങ്ങിലും ഇപ്പോഴത്തെ ഹിയറിങ്ങിലും അവരുടെ പ്രസൻസ് ഇല്ല. ആദ്യത്തേത് പിന്നെ എമർജൻസി കേസ് ആയതുകൊണ്ട് പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം? എന്നാൽ അതിനുള്ള ഉത്തരം കൂടിയുണ്ട് മാർലയുടെ കയ്യിൽ. സംഭവം വേറൊന്നുമില്ല, ഓവറായിട്ട് സെഡേറ്റീവ് കൊടുക്കുന്നതുകൊണ്ടും മര്യാദക്ക് ഫുഡ് കൊടുക്കാത്തതുകൊണ്ടും ജെനിഫറിന് ഒട്ടും വയ്യ. സോ അവർക്ക് വയ്യ എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അവരെ ഹാജരാക്കിയിട്ടില്ല. ഏതാ പ്ലാനിങ് അല്ലേ സർ? ഇപ്പോഴത്തെ ലോയർമാരെ കുറിച്ച് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, സാറിന് തന്നെ അറിയാവുന്നതല്ലേ. ഞങ്ങളുടെ ക്ലൈൻ്റായ ജെനിഫറിൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. അത് തട്ടിയെടുക്കാനുള്ള നാടകം മാത്രമാണ് ഈ വക്കീൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ജെനിഫറിൻ്റെ ലോയർ ആണെങ്കിൽ എന്തുകൊണ്ട് ജെനിഫറിൻ്റെ പേപ്പറിൽ സൈൻ ചെയ്തിട്ടില്ല? ജെനിഫർ സൈൻ ചെയ്താലല്ലേ വക്കീലിന് കോർട്ടിൽ ഹാജരാകാൻ പറ്റൂ. മിസ്റ്റർ ഡീൻ, നിങ്ങളുടെ ക്ലൈൻ്റാണ് ജെനിഫർ എന്നുണ്ടെങ്കിൽ അവർ സൈൻ ചെയ്ത പേപ്പർ എവിടെ? അവരെ എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നാൽ അവരെന്നെ എനിക്ക് സൈൻ ചെയ്തു തരും, അതിന് ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ പറഞ്ഞിട്ടുമില്ല നിങ്ങൾ അവരുടെ ആരുമല്ല. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടകം? സർ, അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട പാർട്ടീസ് പറഞ്ഞിട്ടാണ് ഞാൻ ഹാജരായിട്ടുള്ളത്. പക്ഷെ അവരുടെ പേര് വെളിപ്പെടുത്താൻ എനിക്കാവില്ല. ഒന്നില്ലെങ്കിൽ ജെനിഫറായിട്ട് സൈൻ ചെയ്തു തരണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ വേണ്ടപ്പെട്ട പാർട്ടീസ് ഉണ്ടല്ലോ അവർ കോർട്ടിൽ ഹാജരാവണം, അല്ലാതെ ഈ കേസ് സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് കേസങ്ങ് തള്ളുന്നുണ്ട്. സോ വീണ്ടും വീണ്ടും മാർല ജയിച്ചുകൊണ്ടിരിക്കേ. റോമനാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഡീനിന് നേരെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കേ. എന്തായാലും റോമൻ ഒരു കാര്യം ഉറപ്പിച്ചു, ലീഗലായിട്ടല്ലെങ്കിൽ ഇല്ലീഗലായിട്ട്. അങ്ങനെ അതിനായിട്ട് കെയർ ഫെസിലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് റോമൻ കാറിൽ ഇരിക്കുന്നു. അലക്സും വേറെ 2 ആൾക്കാരും കൂടിയാണ് അകത്തോട്ട് കിടക്കുന്നത്. പക്ഷെ ഇവരാണെങ്കിൽ ഓൾറെഡി റൈസിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് കിടക്കുന്നത്. ഈ സ്ഥലം മൊത്തത്തിലൊന്ന് കാണണം, ഞങ്ങളുടെ അങ്കിളിനെ ഇവിടെ ആക്കാനെന്നും പറഞ്ഞിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഫ്രാങ്കി ആണേലോ ഞെട്ടിക്കുന്നൊരു ഇൻഫോർമേഷനും കൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ജെനിഫർ എന്ന വ്യക്തി 1949 മരണപ്പെട്ടു. അത് 3 മാസം പ്രായമുള്ളപ്പോൾ പോളിയോ ബാധിച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ 1949 മരിച്ച ഒരു കുഞ്ഞിന്റെ ഐഡന്റിറ്റിയിലാണ് ജെനിഫർ ജീവിക്കുന്നത്. സോ സത്യത്തിൽ ആരാണ് ജെനിഫർ? ഇത്രയും വർഷക്കാലം ഫേക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് പാസ്പോർട്ട്, ലൈസൻസ്, എന്തിന് 40 വർഷത്തെ ടാക്സ് റെക്കോർഡ്സ് അടക്കം അവരുണ്ടാക്കിയെടുത്തു. ഇതൊക്കെ അറിഞ്ഞ പാടാകെ ഞെട്ടിയിരിക്കുന്നുണ്ട് മാർല. ഈ ജെനിഫർ എന്ന കുഞ്ഞിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം ഇപ്പോഴത്തെ ജെനിഫർ ഇല്ലാണ്ടാക്കി. ആ കുഞ്ഞിന്റെ മരണവാർത്ത കിട്ടുന്നത് പണ്ട് കാലത്തൊരു പത്രത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഇവിടെയുള്ള ജെനിഫർ അല്ല എന്നുള്ളത് നമ്മളുടെ ഫ്രാങ്കി മനസ്സിലാക്കുന്നത്. ഇതേ സമയം അലക്സിയും പിള്ളേരാണേലോ റൈസിനെ കാണുന്നു, ജെനിഫറിനെ കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ അവനാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, ഷോക്കടിപ്പിക്കുന്ന ഗണ്ണെടുക്കുന്നു, അങ്ങ് യൂസ് ചെയ്യുന്നു. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് ഒരു വയസ്സൻ ഇതങ്ങ് കാണുന്നത്. സോ സെക്യൂരിറ്റിയെ വിളിക്കുന്നു. ഇതേ സമയം ഇവന്മാരാണെങ്കിൽ ഒരു വിധത്തിലാണ് ജെനിഫറിന്റെ റൂം കണ്ടെത്തുന്നത്. എന്നാൽ അപ്പോഴാണ് സെക്യൂരിറ്റി വന്ന് ഒരുത്തന്റെ കാലിനങ്ങ് വെടിവെക്കുന്നത്. എന്നാൽ മറ്റവനാണെങ്കിൽ സെക്യൂരിറ്റിയുടെ നെഞ്ചത്തോട്ട് അങ്ങ് ബുള്ളറ്റ് കയറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബദ്ധവശാൽ സെക്യൂരിറ്റിയുടെ ഗണ്ണങ്ങ് പൊട്ടുന്നത്. അതും അവിടെ ഇരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിലോട്ട്. അതാണെങ്കിൽ പറന്നു വന്ന് മറ്റവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുണ്ട്. ഇതേ സമയം അലക്സിയാണേലോ ജെനിഫറിനെ കൊണ്ട് പുറത്ത് കിടക്കുന്നു. നീയൊക്കെ ഇത് എവിടെ ഇരുന്ന് എന്നാണ് പുള്ളിക്കാരത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് മാർലക്ക് ഫോൺ കോൾ വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, മാർല അങ്ങോട്ട് പോകുന്നു. ഇവിടെ അലക്സിയാണെങ്കിൽ പതുക്കെ പതുക്കെ ഓരോരുത്തരെയും പേടിപ്പിച്ച് ജെനിഫറിനെയും കൊണ്ട് പുറത്ത് കിടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഫ്രാങ്കി വന്നവൻ്റെ മുഖം അങ്ങ് മറയ്ക്കുന്നത്. മറയ്ക്കാന്ന് മാത്രമല്ല, നമ്മളുടെ മാർല ഒന്നങ്ങ് കൊടുക്കുന്നു. സോ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോഴാണ് പോലീസ് വരുന്നത്. ഇതേ സമയം ജെനിഫർ ആണേലോ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്, അതും റോമൻ്റെ കാറിലോട്ട് കയറാനായിട്ട്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരെ പിടിച്ചു വെക്കുന്നു. പുറത്ത് പോലീസുള്ള കാരണം റോമനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും വയ്യ. അവൻ്റെ അമ്മേനെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് റോമൻ. അങ്ങനെ റോമൻ അവിടുന്ന് പോകുന്നു. അതല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനുമില്ല. അങ്ങനെ പോലീസുകാർ അലക്സിയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. എന്നാൽ അവൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വരുന്നില്ല. പക്ഷെ പോലീസുകാർക്ക് ഇവനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാർലയും ഫ്രാങ്കും അറിയുന്നു. ഇവൻ അലക്സി നിക്കോളാസിൻ്റെ ബ്രദറാണ്. ഈ പറഞ്ഞ നിക്കോളാസ് റഷ്യൻ മാഫിയയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്.
എന്നാൽ അങ്ങേരും അങ്ങേരുടെ ബോസായ റോമനും കൂടെ ഒരു തീപിടുത്തത്തിൽ മരിച്ചു. ഈ തീയിൽപ്പെട്ട അലക്സിയും മരിച്ചു എന്നാണ് പോലീസുകാർ വിചാരിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായി അല്ല എന്നുള്ളത്. ഇവര് വലിയ ഡ്രഗ് ഡീലേഴ്സാ. പിന്നെ പോരാത്തിന് കുറെ കൊലപാതകങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ കേസുണ്ട് ഇവന്മാരുടെ പേരിൽ. പക്ഷെ എന്തിനാണ് അവർക്ക് ജെനിഫർ എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, പോലീസ് റെക്കോർഡ്സ് അനുസരിച്ച് റോമൻ മരിച്ചു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമനെ കാണിക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു കോൺട്രാക്ട് കില്ലറിനെ വിളിക്കുന്നു. അങ്ങനെ ആ കോൺട്രാക്ട് കില്ലർ കെയറിന്റെ അടുത്തോട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. പിറ്റേ ദിവസം മാർലനും ബാക്കിയുള്ളവരും അറിയുന്നത് ഡോക്ടർ കെയറിന്റെ മരണവാർത്തയാണ്. ഇതൊക്കെ കണ്ടിട്ടാകെ കിളി പറന്നിരിക്കുന്നുണ്ട് മാർല. അങ്ങനെ മാർല വേഗം തന്നെ ഫ്രാങ്കിയുടെ അടുത്തോട്ട് പോകുന്നു. ഫ്രാങ്കി ആണെങ്കിൽ പേടിച്ചിട്ട് രണ്ടുപേരുടെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ മാർലയുണ്ടാ ഒളിച്ചോടാനൊക്കെ സമ്മതിക്കുക. ഇത് കണ്ടേക്ക് ഫ്രാങ്കി പാനിക്കായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഫ്രാങ്കിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മാർലക്ക് മനസ്സിലാവുന്നത്. സോ തൽക്കാലത്തിന് ഓഫീസൊക്കെ ക്ലോസ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ഇവർ പിടിച്ചെടുത്ത കുറേ വീടുകൾ ഉണ്ടാവുമല്ലോ, അതിൽ എംറ്റി ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് മാറാനാ ഇവരുടെ പ്ലാൻ തൽക്കാലത്തിനിട്ടാ. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ജെനിഫറിനെ ഒന്ന് കാണാൻ പോകുന്നു. മാർലൻ, ഞാൻ കേട്ടായിരുന്നു ആ ഡോക്ടറിന്റെ മരണവാർത്ത. ഞങ്ങൾ പിടിച്ച അലക്സി നിന്റെ മകനാണോ? അവനോ ആ പൊട്ടനോ? ഒരിക്കലുമല്ല. എൻ്റെ മകൻ നിന്നെ കൊല്ലാനാ അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അതിനു മുമ്പ് നീയായിട്ട് എന്നെ പുറത്തുവിട്ടാൽ അവൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കും. നിന്റെ റഷ്യൻ കണക്ഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഒരിക്കലും തോൽക്കാൻ പോകുന്നില്ല. നിന്റെ ഗുഡ് വില്ല്, സെൽഫ് റെസ്പെക്റ്റ്, പൈസ എല്ലാം ഞാൻ വടിച്ചെടുക്കും. അത് ജസ്റ്റ് പൈസയ്ക്ക് വേണ്ടിയിട്ടോ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ല. നിന്റെ ആൾക്കാർ റൂൾസ് പ്രകാരം കളിക്കാത്തോണ്ടാ. നിനക്ക് ജയിക്കണോ? നീ കോർട്ടിലോട്ട് വാ, വാദിച്ച് ജയിക്കി. അല്ലാണ്ട് ചുമ്മാ ഗണ്ണും വെച്ച ആളാവല്ലേ വേണ്ട. നീ ഒരിക്കലും പുറത്ത് കിടക്കാൻ പോകുന്നില്ല. ഇവിടെ കിടന്ന് പെടഞ്ഞു ചാവും. ഇത് കേട്ടേക്ക് ജെനിഫർ ആണെങ്കിൽ പതുക്കെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് മാർലൻ്റെ കഴുത്തിനങ്ങ് പിടിക്കുന്നു. ഒരു വിധത്തിലാണ് മാർലനെ സെക്യൂരിറ്റീസ് വന്നിട്ട് അങ്ങ് രക്ഷിക്കുന്നത്. അങ്ങനെ മാർലൻ്റെ കഴുത്ത് പിടിക്കുന്ന വീഡിയോ കോടതിയിലെത്തി. ഇത്തരം മാനസികാവസ്ഥയുള്ള ആൾ പുറത്തിറങ്ങൽ സേഫ് അല്ല എന്നും പറഞ്ഞ് അവരെ സൈക്ക് വാർഡിലോട്ട് മാറ്റുന്നു. മാർലന്റെ വക ചെറിയൊരു ശിക്ഷ, അത്രയേ ഉള്ളൂ. അങ്ങനെ മാർലനും ഫ്രാങ്കിയും കൂടെ പ്ലാൻ പ്രകാരം മറ്റൊരു വീട്ടിലോട്ട് താമസം മാറുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ഈ ഡയമണ്ടൊക്കെ ഇവരുടെ കൈവശം വെക്കുക എന്ന് പറയുന്നത് തൽക്കാലത്തിന് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. സോ അതെല്ലാം കൂടെ ഇവരുടെ പരിചയത്തിലുള്ള ഒരു ജ്വല്ലറിയിലോട്ട് മാറ്റുന്നു. അപ്പോഴാണ് ഫ്രാങ്കിയുടെ കോള് വരുന്നത്. സംഭവം വേറൊന്നുമില്ല, ഇവർ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. ഇൻ കേസ് പാസ്പോർട്ടിന്റെ ആവശ്യം വന്നാലോ. സോ അതെടുക്കാനായിട്ട് പഴയ വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട് ഫ്രാങ്കി. ഇതേ സമയം പാർക്കിങ്ങിൽ വെച്ച് മാർലൻ ഇട്ടൊരു മയക്കുവെടി അങ്ങ് വരുന്നുണ്ട്. വെച്ചത് വേറെ ആരുമല്ല, റോമൻ ഹയർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് കില്ലറാണ്. അങ്ങനെ മാർലൻ്റെ കാർ എടുക്കുന്നു, ഡിക്കിയിൽ മാർലനെ കയറ്റുന്നു, നേരെ റോമൻ്റെ അടുത്തോട്ട് പോകുന്നു. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് പഴയ വീട്ടിലോട്ട് പാസ്പോർട്ട് എടുക്കാനായിട്ട് ഫ്രാങ്കി വരുന്നത്. എന്നാൽ അങ്ങോട്ടും വരുന്നുണ്ട് റോമൻ്റെ ആൾക്കാർ. വരികയെന്ന് മാത്രമല്ല, മരണടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം മാർലനെ കാണിക്കുന്നുണ്ട് കേട്ടാ. അവൾക്ക് ബോധം വരുന്നു. നോക്കുമ്പോൾ അവളാണെങ്കിൽ വലിയൊരു കോറിയില, ചുറ്റും കുറേ ഗാർഡുകൾ, അവർക്കൊപ്പം അവരുടെ ബോസായ റോമനുണ്ട്. ഇവളുടെ ബോധം വന്ന പാടങ്ങ് ശ്വാസം മുട്ടിക്കുന്നുണ്ട് റോമൻ്റെ ആൾക്കാർ. മരിക്കാനാവുന്ന ഒരു കറക്റ്റ് സമയം നോക്കി ശ്വാസം തിരികെ കൊടുക്കുന്നു. ആൾക്കാരെ പേടിപ്പിക്കാനുള്ള ഓരോ ടെക്നിക്സാണ് ഈ വക ടോർച്ചറുകൾ. പക്ഷെ മാർലക്കുണ്ടാ വല്ല കുലുക്കം. അവൾ സ്റ്റിൽ ബോൾഡായിട്ടാണ് നിൽക്കുന്നത്. മാർല, നിന്റെ കയ്യിൽ എൻ്റെ അമ്മ മാത്രമല്ല, എനിക്ക് വേണ്ട ഒരു സാധനം കൂടിയുണ്ട്. അത് കിട്ടുന്നത് വരെ നിന്റെ വീട്, ഓഫീസ് എല്ലാം ഞാൻ അടിച്ചു പറക്കും. അത് മാത്രമല്ല, നിന്റെ അമ്മേനെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേ. നിങ്ങളെന്താ അവരെ കൊല്ലോ? എന്നാ കൊന്നേക്ക്. ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൊണ്ട് യാതൊരു യൂസും ഉണ്ടായിട്ടില്ല. സോ ഒരു പ്രശ്നവുമില്ല. ഞാൻ ആരാന്നറിയോ നിനക്ക്? കറക്റ്റായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു ഗസ് ഞാൻ പറയാം. പണ്ടൊരു തീപിടുത്തത്തിൽ പെട്ടിട്ടാ അലക്സിന്റെ ചേട്ടനായ നിക്കോളാസും അവരുടെ ബോസായ റോമനും മരിക്കുന്നത്. അലക്സി ഇപ്പം ജീവനോടെയുണ്ട്. പിന്നെ ബാക്കിയുള്ള നിക്കോളാസും റോമനുമാ. ഈ റോമൻ്റെ സോൾജറായിരുന്നു നിക്കോളാസ്. പക്ഷെ നിന്നെ കണ്ട ഒരു സോൾജറിൻ്റെ പോലെയൊന്നുമില്ല. സോ നീയാണ് ബോസ്, അതായത് റോമൻ. സോ നിന്റെ മരണം നീ തന്നെ ഫേക്ക് ചെയ്യുന്നു. ശത്രുക്കൾക്ക് നിന്നെ തേടി വരണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, നിന്റെ അമ്മ. അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി നീ ജെനിഫർ എന്ന പേരിലോട്ട് മാറ്റി. ഇതല്ലേ റോമൻ്റെ കഥ. അപ്പോൾ റോമൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ഡയമണ്ട്, ഇത് രണ്ടും എൻ്റെ കയ്യിലാണ്. അത് ഞാൻ വിട്ടുതരാം. പക്ഷേ എനിക്ക് ആവശ്യം 10 മില്യനാ. അത് നീ തരാൻ തയ്യാറാണെങ്കിൽ നോ പ്രോബ്ലം. നിനക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് എല്ലാം പൈസയാണ്. എനിക്കങ്ങ് റിച്ച് ആവണം. ചുമ്മാ ഹാർഡ് വർക്കും ഫെയറും കൊണ്ടും ഒന്നും നേടാൻ പോകുന്നില്ല. ഇവിടെ മരിക്കാൻ പോകുമ്പോഴും പൈസ പൈസ എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ മാർലക്കുള്ളൂ. പക്ഷെ അപ്പുറത്തിരിക്കുന്ന റോമന ഇവളായിട്ട് അമ്മേനും ഡയമണ്ടും വിട്ടു തന്നില്ലെങ്കിൽ ഇവളെ കൊന്നിട്ടെടുക്കാനും അങ്ങേർക്കറിയാം. സോ അവളെ കൊല്ലാൻ പറയുന്നു. പക്ഷെ സംഭവം ഒരു സ്വാഭാവിക മരണം മാത്രമായിരിക്കണം. അങ്ങനെ അതിനായിട്ട് മാർലനെ മയക്കുന്നു. വയറ്റിലോട്ട് മദ്യമെത്തിക്കുന്നു. എന്നിട്ട് കാറെടുത്ത് ജാക്കി കൊണ്ട് പൊന്തിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് കാറിൽ കയറ്റിയതിന് ശേഷം കാലങ്ങ് ആക്സിലേറ്ററിൻ്റെ മേളിൽ വെക്കുന്നു, കൂടെ ഒരു മദ്യക്കുപ്പിയും. എന്നിട്ട് ആ കാറിനെ നൈസായിട്ട് അങ്ങ് ജാക്കിയുടെ മേളിൽ നിന്ന് അങ്ങ് തള്ളി വിടുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ,
ആ കാറ് നേരെ പോകുന്നത് ഒരു കാട്ടിലോട്ടാ. എന്തോ ഒരു ഭാഗ്യത്തിന് മാർലക്ക് ബോധം വരുന്നുണ്ട് കേട്ടാ. പക്ഷെ യാതൊരു കാര്യമില്ല, ആ വണ്ടി നേരെ വെള്ളത്തിലോട്ട് പോകുന്നു. എന്നാൽ ഒരു വിധത്തിലാണ് ചില്ലും പൊട്ടിച്ചങ്ങ് പുറത്ത് കിടക്കുന്നത്. അവൾക്കാണെങ്കിൽ അല്ലറ ചില്ലറ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടാ. എന്തിന്, ഒരു പല്ലടക്കം പോയിട്ടുണ്ട്. അതൊടുത്ത് ഭ്രാന്ത് പിടിച്ച് അലറിക്കൊണ്ടിരിക്കുക നമ്മളുടെ മാർല. അങ്ങനെ മാർല അത്രയും തണുപ്പത്ത് നനഞ്ഞു കുളിച്ചൊരു സ്റ്റോറിലെത്തുന്നു. നനഞ്ഞ കോഴിയുടെ പോലെയാണ് വരവ്. ഇതൊക്കെ കണ്ടിട്ടാകെ കിളി പറന്നിരിക്കുക കടക്കാരൻ. അങ്ങനെ സ്റ്റോറിൽ കയറുന്നു, ഫ്രീസറിൽ നിന്ന് ഫ്രഷ് മിൽക്ക് എടുക്കുന്നു. എന്നിട്ട് അതിലോട്ടതാ ആ പല്ലങ്ങ് ഇട്ട് വെക്കുന്നു. ആ പല്ല് തിരിച്ച് ഫിക്സ് ചെയ്യണമല്ലോ. അത് മാത്രമല്ല, സ്റ്റോറിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നു, കടക്കാരൻ്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് ചേഞ്ച് ചെയ്യുന്നു. കടക്കാരനാണേലോ വാ പൊളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നനഞ്ഞു കുതിർന്ന നോട്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം മാർല അവളുടെ കയ്യിലായിട്ട് ഒരു നമ്പർ എഴുതി വെക്കുന്നു. എന്നിട്ട് മാർല അങ്ങേരുടെ ഫോണും വാങ്ങി ഫ്രാങ്കിക്ക് വിളിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാ. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ഒരു ടാക്സിയും പിടിച്ച് നേരെ പഴയ വീട്ടിലോട്ട് പോകുന്നു. അങ്ങോട്ടാണ് പാസ്പോർട്ട് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫ്രാങ്കി. അങ്ങനെ വീട്ടിലെത്തി. വീടാണെങ്കിൽ ആകെ അലങ്കോലായിട്ട് കിടക്കേ. അത് മാത്രമല്ല, ഗ്യാസ് ലീക്കിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോഴാണ് ഫ്രാങ്കിയെ കാണിക്കുന്നത്. അവളാകെ ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് കരഞ്ഞോണ്ടിരിക്കാൻ മാറില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അവൾ മരിച്ചിട്ടില്ലാട്ടാ. അങ്ങനെ ആദ്യം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നു, ഫ്രാങ്കിയെ വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഫ്രാങ്കിക്ക് ബോധം വരുന്നത്. ഇവർ രണ്ടുപേരും ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മാറില്ല, ഫ്രാങ്കിയുടെ കാർ എടുക്കുന്നു. രണ്ടുപേരും കൂടെ മറ്റേ വീട്ടിലോട്ട് പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവരുടെ വീടങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. കാരണം അത്രയും ഗ്യാസ് അവിടെ ലീക്കായിട്ടുണ്ട്. അങ്ങനെ ഇവർ മറ്റേ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഫ്രാങ്കിയുടെ ദേഹത്തുള്ള മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നു. മാർലയാണെങ്കിൽ കുറേ സോറി പറയുന്നുണ്ട്. ഇവിടെ ഫ്രാങ്കി ആണേലോ ആകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും മാർല ഒന്നുറപ്പിച്ചു, ഇതിനെല്ലാം പലിശ സഹിതം തിരിച്ചു കൊടുക്കാൻ. സോ കുളിച്ചൊരുങ്ങുന്നു. ആ രാത്രി തന്നെ പല്ലുമായിട്ട് ഡെന്റൽ ക്ലിനിക്കിലോട്ട് പോകുന്നു. എന്നിട്ട് അവളുടെ പല്ലങ്ങ് ശരിയാക്കുന്നുണ്ട്. മാസ് എന്ന് പറഞ്ഞാ ഇതാണ് മാസ്. അങ്ങനെ പല്ല് ശരിയാക്കി മാറില്ല, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. ഫ്രാങ്കി ആണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടിരിക്കേ. ഫ്രാങ്കി, നീ പറഞ്ഞ എല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഈ നാട് വിടും. നമുക്കതിനെല്ലാം നഷ്ടമായില്ലേ. നമ്മളുടെ വീട്, ഓഫീസ് എല്ലാം പോയി. അങ്ങനെ എല്ലാതൊന്നും പോയിട്ടില്ല എന്നും പറഞ്ഞ ഡയമണ്ടിന്റെ കുറച്ച് ഭാഗം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. എങ്ങാനും റോമൻ ആ ജ്വല്ലറിയിലേക്ക് ഡയമണ്ട് മണത്ത് വന്നാലോ, അതുകൊണ്ടാണ് കുറച്ച് ഡയമണ്ട് വീട്ടിൽ തന്നെ സേഫാക്കി വെച്ച്. നീ പറഞ്ഞ ഇതുകൊണ്ട് ഒരു പുതിയ ലൈഫ് തുടങ്ങാം. പക്ഷെ ആ ലൈഫിൽ റോമനെയും പേടിച്ച് കാലകാലം ഓടിക്കൊണ്ടിരിക്കണം. ഇനി അതെല്ലാം മറിച്ചാണെങ്കിൽ എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. നീ ഓക്കെ ആണോ? ഇത് കേട്ടേക്ക് ഫ്രാങ്കി ആണെങ്കിൽ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പ്രതികാരം ചെയ്യാനായിട്ട്. അങ്ങനെ മാർലൻ അവളുടെ കയ്യിൽ എഴുതി വെച്ച ആ നമ്പർ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. സംഭവം വേറൊന്നുമല്ല, കോറിന്ന് റോമൻ കയറിപ്പോയ കാറിൻ്റെ നമ്പറാണ് ഈ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കാറിൻ്റെ അഡ്രസ്സ് എടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു. നോക്കുമ്പോൾ അതാണെങ്കിൽ ഒരു ചെറിയ വീടാണ്. ഇത്രയും വലിയ ക്രിമിനൽ ഇത്രയും ചെറിയ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പക്ഷെ എന്നാലും ഒരു സംശയം. സോ ആ വീടിൻ്റെ കാർ പോർച്ചിലോട്ട് അങ്ങ് മാറില്ല പോയി നോക്കുന്നു. നോക്കുമ്പോൾ അതിനകത്തുണ്ട് റോമൻ്റെ GMC കാറ്. അപ്പോഴാണ് ആ കാറിൻ്റെ ഡ്രൈവർ കാറും കൊണ്ട് റോമനെ പിക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഡ്രൈവറുടെ വീടാണ്, റോമൻ്റെ അല്ല. അങ്ങനെ ഡ്രൈവർ കാണാണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. ശേഷം അങ്ങേരെ ഫോളോ ചെയ്യുന്നു. അങ്ങേരാണെങ്കിൽ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ട്. അതാണെങ്കിൽ വലിയൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനകത്താണ് നമ്മളുടെ റോമൻ താമസിക്കുന്നത്. അങ്ങനെ മാറില്ല, വേഷം മാറി നൈസായിട്ട് പാർക്കിംഗ് ലോട്ടിലോട്ട് പോകുന്നു. അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് റോമൻ. എന്നാൽ അപ്പോഴേക്കും മാറില്ല ഡ്രൈവറിൻ്റെ അടുത്ത് പോകുന്നു, ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് അവനെ അവിടുന്ന് മാറ്റുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട് റോമനാണേലോ നേരെ കാറിലോട്ട് കയറുന്നു. പെട്ടെന്നാണ് ഡോറും തുറന്ന് റോമനെ അങ്ങ് മയക്കുന്നത്. എന്നാൽ അപ്പോഴാണ് അവൻ്റെ ബോഡി ഗാർഡ് വരുന്നത്. എന്നാൽ ഇവളുടെ കയ്യിലാണെങ്കിൽ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഗണ്ണുണ്ട്. അതും വെച്ച് ഒരൊറ്റ വെടി. സോ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ റോമൻ്റെ കാർ കൊടുക്കനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്, അതും ആരുമില്ലാത്തൊരു കാട്ടിലോട്ട്. എന്നിട്ട് അവൻ്റെ ഉള്ളിലോട്ട് കുറേ ഡ്രഗ് എത്തിക്കുന്നു. പക്ഷെ അത് കൊല്ലാനല്ല, മയക്കാനാ. അത് മാത്രമല്ല അവൻ്റെ ഡ്രസ്സെല്ലാം ഊരി മാറ്റുന്നുണ്ട്. ഇനി എന്തിനാണ് മയക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ മാറില്ല, റോമൻ്റെ കാറും കൂടെ കത്തിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അതുവഴി ആരോ ജോഗിങ്ങിന് പോകുന്നു. നോക്കുമ്പോൾ അവരെയാണെന്ന് വസ്ത്രമില്ലാണ്ട് മയങ്ങിക്കിടക്കുന്ന ഒരാളെയാ. സോ ആംബുലൻസ് വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോണ്ട് അവൻ്റെ ഫ്രണ്ടിൽ മാറില്ല. ഇനി എന്തിനാണ് ഇങ്ങനൊരു പ്രതികാരം എന്നറിയണ്ടേ. ഇവൻ റോമനാണ് എന്നുള്ള കാര്യം പുറത്തു പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ പിടിയിട്ടാ പുള്ളിയാ. സ്വന്തം മരണടക്കം ഫേക്ക് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഈ കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അവനൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരാളാ. ആരും ഇല്ലാത്ത ആൾക്ക് ലീഗൽ ഗാർഡിയൻ തന്നെ ശരണം. സോ റോമൻ്റെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കുകയാണ് മാർല. ഇനിയിപ്പം മാർലയുടെ ഇഷ്ടപ്രകാരം അവൾക്ക് എന്ത് വേണേലും ചെയ്യാം. ഇതൊക്കെ അറിഞ്ഞ പാടാകെ കിളി പറന്നിരിക്കുന്നുണ്ട് റോമൻ. റോമൻ, നീ ആ 10 മില്യൺ തന്നാ നിന്നെ ഞാൻ വിടാൻ തയ്യാറാ. ഡീലിന് ഓക്കെ ആണെങ്കിൽ നീ പറ. റോമൻ, നിനക്ക് തോൽക്കുന്ന ഇഷ്ടമില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിന്റെ ലീഗൽ ഗാർഡിയൻ എന്ന നിലയിൽ ഞാൻ പറയാം,
ആ പൈസ അറേഞ്ച് ചെയ്യല നിനക്ക് നല്ലത്. ആ പൈസ കിട്ടിയാൽ നിന്റെ അമ്മ, ഡയമണ്ട്, നിന്റെ ഫ്രീഡം എല്ലാം ഞാൻ തരും. നിന്റെ ലൈഫിൽ എന്നെ നീ പിന്നെ കാണില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലൂന്നുള്ളത് നിനക്കറിയോ? അതിന് ഞാനും കൂടെ വിചാരിക്കണ്ടേ? പിന്നെ പോരാത്തിന് ഇത്രയും ചെയ്യാനറിയാവുന്ന എനിക്ക് നിങ്ങളെ കൊല്ലാനും അറിയാം. ശരി, ഓക്കെ, നമുക്ക് നിർത്താം. പക്ഷേ ഈ 10 മില്യന് പകരം ഞാൻ വേറൊരു ഓഫർ തന്നാലോ? നമുക്ക് ഒരുമിച്ച് നിന്ന് പൈസ ഉണ്ടാക്കാം, അതും നിന്റെ ഈ ലീഗൽ ഗാർഡിയൻ ബിസിനസ് കൊണ്ട്. ഇപ്പം നിന്റെ കയ്യിൽ വെറും ചെറിയ മീനുകളാ, വമ്പൻ സ്രാവുകളെ ഞാൻ പിടിച്ചു തരാം. അതും ജസ്റ്റ് ഒരു കമ്പനിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു കോർപ്പറേഷനെ കുറിച്ചാണ്. വിത്ത് 80 കമ്പനീസ്, എല്ലാം ഓഫ് ഷോർ രജിസ്റ്റേർഡ്. സ്വന്തമായിട്ട് കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ വാർഡ്, ട്രെയിനിങ് വാർഡ്, ഫാർമസ്യൂട്ടിക്കൽ വാർഡ്, അങ്ങനെ കുറേ വാർഡുകൾ. എൻ്റെ പണം, നിൻ്റെ സ്കിൽ. നമ്മൾ പിന്നെ പണക്കാരാ. ഇതാകുമ്പോൾ ഞാനും തോൽക്കില്ല, നീയും തോൽക്കില്ല. ഓക്കെ ആണോ? ഇത് കേട്ടേക്ക് മാർലയാണെങ്കിൽ ഡബിൾ ഓക്കെ. അവളുടെ ലൈഫിൽ ഒരിക്കലും കിട്ടാത്തൊരു ഓഫറാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിലാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷെ ഇനി ആ കോമ്പറ്റീഷനിൽ മാർല ഒന്നാമതായിരിക്കും, കൂടെ റോമനും. അങ്ങനെ അമ്മയെ റിലീസ് ചെയ്യുന്നു, ഡയമണ്ട് ഹാഫാക്കുന്നു, ഇവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ വെച്ചടി കയറ്റാ. വയസ്സന്മാരുടെ ഫോട്ടോസിൻ്റെ എണ്ണം കൂടി, പൈസ കുന്നുകൂടി, അവളുടെ ഗെറ്റപ്പേ മാറി. ചെറിയൊരു സമയം കൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങ് വളർന്ന് പന്തലിച്ച്. കാറുകൾ, കമ്പനീസ്, വീടുകൾ, ചുരുക്കി പറഞ്ഞാൽ ഇല്ലാത്തതൊന്നുമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരിൽ അവളും ഇടം പിടിച്ചു. അങ്ങനെ മാർലനും ഫ്രാങ്കിയും കൂടെ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കേ. എന്നാൽ അപ്പോഴാണ് മാർലൻ്റെ നെഞ്ചത്തോട്ടൊരു ബുള്ളറ്റ് വരുന്നത്. അത് വെച്ചത് വേറെ ആരുമില്ല, ഫസ്റ്റ് സീനിൽ സ്വന്തം അമ്മയെ കാണാനായിട്ട് അലമ്പുണ്ടാക്കിയിരുന്നൊരു ചെങ്ങായി ഉണ്ടല്ലോ, അങ്ങേരാ. ആ സമയത്ത് അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മ മരിച്ചു. സോ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെ കൊണ്ട് കാണിച്ചില്ല, ഇപ്പം അവർ മരിച്ചു. ആ പകയാണ് അയാൾ വന്നിട്ട് അങ്ങ് തീർത്ത്. സോ മാർല ഇനിയില്ല. പക്ഷെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 മാർലാസ് നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.